ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മധുരമുള്ള അടയാണ് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം തന്നെ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ശർക്കര വേണം. 1/2 കപ്പ് ശർക്കര ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിത് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ അട ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ അട ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പരത്തി കൊടുക്കണം. ഞാനിവിടെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ച ശർക്കരയും തേങ്ങയും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഈ മിക്സ് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മടക്കി എടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കണം. വീണ്ടും വാഴയില വെച്ചിട്ട് മാവ് അതിലേക്ക് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ചെയ്തപ്പോൾ 4 അടയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരണം. ഇവിടെ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലയൊന്ന് മാറ്റിയെടുക്കാം. എല്ലാ അടയുടെയും ഇല ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.